ഹായ് ഫ്രണ്ട്സ്, നെസ്റ്റ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ILGMS സോഫ്റ്റ്വെയറിൽ ഒരു പബ്ലിക് യൂസറിനെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ്. അതിനുവേണ്ടി നമുക്ക് ഗൂഗിളിൽ ILGMS കേരള എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ILGMSൻ്റെ ഒഫീഷ്യൽ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ILGMSൻ്റെ വെബ് പേജിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പോൾ നമ്മൾ ILGMSൻ്റെ ഒഫീഷ്യൽ ഹോം പേജിലെത്തി. ഇതിൽ നിന്നും നമുക്ക് ബർത്ത്, ഡെത്ത്, മാരേജ്, രജിസ്ട്രേഷൻ, ലൈസൻസ് ആൻഡ് പെർമിഷൻസ് ഇതുപോലെയുള്ള പഞ്ചായത്തിൽ നിന്നുമുള്ള എല്ലാ സേവനങ്ങളും ഈ സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പം ഈ ആപ്ലിക്കേഷൻസ്, ഫയൽ സെർച്ച്, ക്വിക്ക് സർട്ടിഫിക്കറ്റ് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അതുപോലെ തന്നെ ലോഗിൻ, രജിസ്റ്റർ, ലാംഗ്വേജ് എന്നിങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ലാംഗ്വേജ് നമുക്ക് 2 തരം ലാംഗ്വേജ് ഉണ്ട്. മലയാളം, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ നമുക്കിനി രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇതിൽ പബ്ലിക്, സ്ഥാപനം എന്ന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ പബ്ലിക് സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കിത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ താഴെ ആധാർ ഡീറ്റെയിൽസ്, ആധാർ അടിസ്ഥാനമാക്കിയാണ് നമ്മളിത് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് സുരക്ഷിതത്വമാണെന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ഇത് ടിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കിത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഇനി കാണുന്നിടത്ത് നമ്മുടെ ആധാറിൽ എങ്ങനെയാണോ നമ്മുടെ പേര്, ഇനിഷ്യൽ ഉൾപ്പെടെ നമ്മുടെ പൂർണ്ണമായ പേര് നമുക്കവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ ഇതൊക്കെയാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ആധാറിലേതുപോലെ നമ്മുടെ പേര് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് താഴെ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം. ഇതിന് താഴെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ കോഡ് അതേപോലെ എൻ്റർ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ പബ്ലിക് രജിസ്ട്രേഷൻ, ഡു യു വാണ്ട് ടു പബ്ലിക് രജിസ്ട്രേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് യെസ് കൊടുത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. നമുക്കത് ഓക്കെ കൊടുക്കാം. അപ്പം നമുക്കൊരു മെയിൽ വരും. നമ്മൾ കൊടുത്ത മെയിൽ അഡ്രസ്സിലേക്ക് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ILGMSൻ്റെ. നമുക്കത് ഓപ്പൺ ചെയ്യാം. ചിലപ്പോൾ നെറ്റ്വർക്ക് പ്രോബ്ലം കൊണ്ടോ എന്തെങ്കിലും സെർവറിൻ്റെ പ്രോബ്ലം കൊണ്ടോ ഒക്കെ നമുക്ക് മെസ്സേജ് വരാൻ കുറച്ച് ലേറ്റ് ആവും. എന്നാലും മെസ്സേജ് വരും. നമ്മൾ കൊടുത്ത ആ മെയിൽ അഡ്രസ്സിലേക്ക് നമുക്ക് ILGMSൻ്റെ മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇപ്പം നമുക്കിവിടെ രജിസ്ട്രേഷൻ കൺഫർമേഷൻ ആയിട്ടുണ്ട് എന്നുള്ളതൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സും നമ്മുടെ മൊബൈൽ നമ്പറും അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു പാസ്വേഡും നമുക്ക് തന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ലോഗിൻ ടു റീസെറ്റ് യുവർ പാസ്വേഡ് എന്ന് നമുക്ക് വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാം. അവർ നമുക്കൊരു ടെമ്പററി ആയിട്ടൊരു പാസ്വേഡാണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് റീസെറ്റ് ചെയ്ത് കൊടുക്കാം.
നമുക്കിവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾക്ക് വന്ന യൂസർ നെയിം വെച്ച് പാസ്വേഡും വെച്ച് നമുക്കത് ലോഗിൻ ചെയ്യാം. യൂസർ നെയിം കൊടുക്കുക. നമ്മുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ പാസ്വേഡ് നമുക്ക് തന്നിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള ആ പാസ്വേഡ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടെ നമുക്കൊരു കോഡ് പറഞ്ഞിട്ടുണ്ട്. ആ കോഡ് നമുക്ക് അതേപോലെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ കൊടുക്കുമ്പോൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ളൊരു സ്ക്രീനാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇവിടെ നമുക്ക് പഴയ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. നമുക്ക് തന്നിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള പാസ്വേഡാണ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം പുതിയ പാസ്വേഡ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. പുതിയ പാസ്വേഡ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മിനിമം 8 ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററും ഒരു സ്മോൾ ലെറ്ററും ഒരു ഡിജിറ്റും ഉണ്ടായിരിക്കണം. അതിനുശേഷം പാസ്വേഡ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി പാസ്വേഡ് റീ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് മാറ്റുക എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പുതിയ പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യാം. നമ്മുടെ യൂസർ നെയിം കൊടുക്കുക. പുതിയ പാസ്വേഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ കോഡ് അതേപോലെ കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുവാനുള്ളൊരു സ്ക്രീനാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇവിടെ നമ്മുടെ അഡ്രസ്സാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെയുള്ള അഡ്രസ്സാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കേരളത്തിനുള്ളിലാണെങ്കിൽ അത്, കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് എന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥിര താമസം എവിടെയാണോ ആ അഡ്രസ്സ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. കേരളത്തിന് പുറത്തെന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സ് കുറച്ച് റെസിഡൻഷ്യൽ അഡ്രസ്സ് ഇതൊക്കെ ചോദിക്കുന്നത്. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നമ്മുടെ രാജ്യം അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ പേര് ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് സേവ് ചെയ്യാം. അപ്പോൾ സേവ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ആയിക്കോളും. ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മുടെ അടിസ്ഥാന വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ബ്ലഡ് ഗ്രൂപ്പ്, റിലീജിയൻ, കാസ്റ്റ് ഇതൊക്കെയാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം അതെല്ലാം സേവ് ചെയ്യുക. നമ്മുടെ അടിസ്ഥാന വിവരങ്ങൾ, സ്ഥിരവിലാസം, ഇപ്പോഴത്തെ വിലാസം, തിരിച്ചറിയൽ രേഖകൾ ഇതൊക്കെ നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടുന്ന് ILGMS വഴിയുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് വേണ്ടിയുള്ളതും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണെങ്കിലും നമുക്കിതുവഴി അപ്ലൈ ചെയ്യാം. ജനന സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ്, ഹിന്ദു വിവാഹ സർട്ടിഫിക്കറ്റ്, പൊതുവിവാഹ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ILGMSൽ നിലവിൽ 213 സേവനങ്ങളാണുള്ളത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.